ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താ പറയുക, പൊരിച്ച് കൊടുക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റിലാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനൊരു 250 ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് തന്നെ നുള്ളുപ്പിടുണ്ട്, 5 ഏലക്കായ ഉണ്ട്, അതിടുണ്ട്. ഒരുമിച്ച് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കും. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ശർക്കര ഉരുകി വന്നതിന് ശേഷം തിളച്ച ശർക്കര അതോടേക്ക് തന്നെ നമ്മൾ അരിച്ചിട്ട് അതിലോട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ചേർത്തതിന് ശേഷം ചൂടോടെ ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. മാവൊന്ന് ഒരു പാതി കുക്കാവും. എന്നിട്ട് നമ്മളതൊരു ചട്ടുകം വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇളക്കിയതിന് ശേഷം നമുക്കതവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്നുകൊണ്ട് ആ പച്ചപ്പൊടിയെല്ലാം കാണുന്നതേ ഒന്നായിട്ടൊന്ന് ശർക്കരയിലുണ്ട് ചേർന്നോട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു തേങ്ങയുടെ പാതി എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ തേങ്ങാപ്പാലിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ അത് മിക്സ് ചെയ്ത് ചേർത്തു. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഏകദേശം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. എണ്ണയിൽ വറുത്തിട്ടൊന്നല്ല ചേർക്കണം, അതേപടി ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് അതിൻ്റെ എന്താ പറയുക ഇഡ്ഡലി തട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇത്തിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഇനി ഒരു അരമണിക്കൂർ അത്യാവശ്യം വെള്ളം ഇഡ്ഡലി ചെമ്പിലിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിലും വേണ്ട എന്നാൽ ഹൈ ഫ്ലെയിമിലും വേണ്ട, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ ആവാൻ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം, ഒന്ന് കുത്തി നോക്കാം അതതിൽ പിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ഒന്ന് വേവാനുണ്ടെന്നാണ്, കാരണം ഗോതമ്പ് പൊടിയല്ലേ. അപ്പോൾ ഇത്തിരിയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ടൊന്ന് ഒരു എന്താ പറയുക വെന്ത പോലെ ഉണ്ട്. പൊങ്ങിയൊന്നും വരില്ല കേട്ടോ, കാരണം നമ്മളിതിൽ എന്താ പറയുക അപ്പസോഡ അല്ലെങ്കിൽ സോഡ പൗഡർ അല്ലെങ്കിൽ ഈസ്റ്റ് അങ്ങനെയൊന്നും ചേർത്തതല്ല. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് അതിൽ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റും കൂടെ നമുക്ക് 5-10 മിനിറ്റ് നമുക്ക് അതിൽ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴും നമ്മളെടുത്തപ്പോഴും ചെറുതായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റും കൂടെ ആയാൽ നമുക്കിത് എന്തായാലും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇതിലും കട്ടി കുറച്ച് ഒഴിക്കാം. ഞാൻ അത്യാവശ്യം കട്ടി തന്നെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കട്ടി കുറച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കട്ടി കൂട്ടിയാൽ കട്ടിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ രസമാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഞാൻ അതിന് മാറ്റിയിട്ടുണ്ട്. മാറ്റിയാൽ ഇത് തണുത്ത് വരട്ടെ കേട്ടോ. പുറത്തുതന്നെ വെച്ചാൽ മതി. തണുത്ത് വന്നാൽ നമുക്കിത് ഇപ്പോൾ ഏകദേശം തണുത്തു. ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. തുറന്ന് നോക്കി ഇതേപോലെയുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് നമ്മളൊരു ഗോതമ്പ് പൊടി വെച്ചുകൊണ്ട് നമുക്ക് ഹെൽത്തി ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. മൈദൊന്നുമല്ല വെച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഓൾ. എല്ലാവർക്കും ചായക്കൊക്കെ കൂടെ ഇരുന്ന് കഴിക്കാൻ കഴിയും. നല്ല ടേസ്റ്റാണ് കേട്ടോ.